നമസ്കാരം. രാജ്യം നേരിടുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് അനിവാര്യമായ പരിഹാരങ്ങൾക്കുതകുന്ന നിർദ്ദേശങ്ങളൊന്നുമില്ലാത്ത ബജറ്റാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുന്നത്. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ക്രയശേഷിക്കുറവ്, സാമ്പത്തിക അസമത്വം തുടങ്ങിയവയാണ് ഇന്ന് നമ്മുടെ രാജ്യം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാന സാമ്പത്തിക വിഷയങ്ങൾ. ഇവയ്ക്ക് അടിസ്ഥാനപരമായ പരിഹാരം കാണാൻ നിർമ്മല സീതാരാമൻ തന്റെ ആവർത്തിച്ചുള്ള 7ാം ബജറ്റിൽ വൻ പദ്ധതികൾ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ ഫലം നിരാശ തരുന്നതായിരുന്നു. രാജ്യം 3 പതിറ്റാണ്ടായി തുടരുന്ന നിയോ ലിബറൽ നയത്തിൽ നിന്ന് മാറാൻ തയ്യാറല്ലെന്ന പ്രഖ്യാപനമാണ് ചൊവ്വാഴ്ചത്തെ ബജറ്റിൽ നിഴലിച്ചു കണ്ടത്. അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ച വിഷയങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നതിൽ ബജറ്റ് പൂർണ്ണ പരാജയമായിരുന്നു. സർക്കാരിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ അതിവിപുലമാക്കുകയും ചെലവ് വർദ്ധിപ്പിക്കുകയും അതുവഴി കൂടുതൽ പണം ജനങ്ങളുടെ കൈവശം എത്തുകയും ചെയ്താൽ മാത്രമേ മേൽപ്പറഞ്ഞ വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിയൂ. റവന്യൂ വരുമാനം 14.5% വർദ്ധിച്ച സാഹചര്യത്തിൽ അത്രയും തുകയോ അതിൽ കൂടുതലോ ചെലവാക്കി ക്രിയാത്മക പദ്ധതികൾ ആവിഷ്കരിച്ചാൽ തൊഴിലില്ലായ്മയും വരുമാനക്കുറവും അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയുമായിരുന്നു. എന്നാൽ അതിനല്ല സർക്കാരിന് താല്പര്യം. ചെലവ് 5.94% വർദ്ധിപ്പിക്കാനേ സർക്കാർ തയ്യാറായുള്ളൂ. ബാക്കിയുള്ള 8%-ലധികം തുക ധനകമ്മി പരിഹരിക്കാനാണ് ചെലവാക്കുന്നത്. ഇതിന്റെ ഗുണം വിദേശ ധനമൂലധന ശക്തികൾക്കായിരിക്കും ലഭിക്കുക. സാധാരണക്കാരന്റെ സാമ്പത്തിക സുരക്ഷയേക്കാൾ വൻകിട ഫിനാൻസ് മൂലധന ശക്തികളുടെ സുരക്ഷയാണ് മോദി സർക്കാരിന് പ്രധാനം എന്നതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതോടൊപ്പം തൊഴിലില്ലായ്മ പരിഹരിക്കാൻ എന്ന് പറഞ്ഞ് ബജറ്റിൽ ചില പദ്ധതികളൊക്കെ ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര സർവീസിൽ 10 ലക്ഷത്തിലധികമുള്ള ഒഴിവുകൾ നികത്തുന്നതിനെക്കുറിച്ച് മൗനം പാലിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. 9.2% ഉയർന്ന തൊഴിലില്ലായ്മയ്ക്ക് അല്പം ആശ്വാസം നൽകുന്ന നടപടിയായിരിക്കും ഈ ഒഴിവുകൾ നികത്തലെന്ന് കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തൊഴിലില്ലായ്മ പരിഹരിക്കാൻ സർക്കാർ തലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് പകരം സ്വകാര്യ കോർപ്പറേറ്റ് മൂലധന ശക്തികളോട് ആവശ്യപ്പെടുകയാണ് മോദി സർക്കാർ ചെയ്യുന്നത്. അതിന്റെ പേരിലും കോർപ്പറേറ്റുകൾക്ക് സബ്സിഡി നൽകാനാണ് തയ്യാറാകുന്നത്. ഇതിൽ നിന്ന് 2 കാര്യം വ്യക്തമാണ്. ഒന്ന്, വൻ സാമ്പത്തിക വളർച്ച നേടിയെന്ന് പറയുമ്പോഴും അത് തൊഴിൽ സൃഷ്ടിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നു എന്നുള്ളത്. രണ്ടാമതായി, തൊഴിലില്ലായ്മ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന് സവിശേഷമായ ഒരു പദ്ധതി മുന്നോട്ട് വയ്ക്കാനില്ലെന്ന കാര്യവും പകൽ പോലെ വ്യക്തമാക്കിയിരിക്കുന്നു. രാജ്യത്തെ 60%-ഓളം പേർ ഇന്നും ഉപജീവനം കഴിക്കുന്നത് കാർഷിക മേഖലയെ ആശ്രയിച്ചാണ്. കർഷകർ വർഷങ്ങളായി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില ലഭിക്കുമെന്നതിന് നിയമപരമായ ഉറപ്പ് ലഭിക്കണമെന്നാണ്. എന്നാൽ ഇക്കുറിയും ഈ ആവശ്യം പരിഗണിക്കപ്പെട്ടില്ല. ഉൽപാദനക്കുറവല്ല, മറിച്ച് ന്യായവില ലഭിക്കാത്തതാണ് വിഷയം. അതിന് പരിഹാരം കാണാതെ കാർഷിക മേഖലയുടെ കോർപ്പറേറ്റ് വൽക്കരണത്തിലൂടെ ഉൽപാദന വർധന നേടാനുള്ള പദ്ധതികളാണ് ഈ ബജറ്റിൽ നിഴലിച്ച് കാണുന്നത്. എന്നാൽ രാസവള സബ്സിഡി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ 24,894 കോടിയാണ് കുറച്ചിട്ടുള്ളത്. 34.7% ഈ വെട്ടിക്കുറവ് വരുത്തുമ്പോൾ കാർഷിക ഉൽപാദനം കൂടുകയല്ല കുറയുകയാണ് ചെയ്യുകയെന്ന് ആർക്കാണ് അറിയാത്തത്? രാസവള സബ്സിഡി മാത്രമല്ല, ഭക്ഷ്യ സബ്സിഡിയിലും വെട്ടിക്കുറവ് വരുത്തി. പട്ടിണിയിലേക്ക് വഴുതി വീഴുന്ന ജനങ്ങൾക്ക് ഏറ്റവും ആശ്വാസകരമായ പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. അതിനാകട്ടെ 86,000 കോടി മാത്രമാണ് വകയിരുത്തിയിട്ടുള്ളത്. അതിൽ പകുതിയും ഈ സാമ്പത്തിക വർഷത്തെ ആദ്യ 4 മാസത്തിൽ ചെലവാക്കിയതിനാൽ അടുത്ത 8 മാസത്തേക്ക് ചെലവാക്കാൻ തുച്ഛമായ തുകയെ ബാക്കിയുണ്ടാകൂ. പദ്ധതി അവതാളത്തിലാകുമെന്ന് ഉറപ്പായി. ആശുപത്രി ചെലവ് കാരണം 5.5 കോടി പേർ വർഷം തോറും ദാരിദ്ര്യരേഖയ്ക്ക് കീഴിലാകുന്ന രാജ്യത്ത് ആരോഗ്യ മേഖലയ്ക്ക് നീക്കിവെച്ചിട്ടുള്ളത് മൊത്തം ബജറ്റിന്റെ 1.8% മാത്രമാണ്. പാവങ്ങളുടെ പക്ഷത്തല്ല തങ്ങളെന്ന് മോദി സർക്കാർ ബജറ്റിലൂടെ ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ കോർപ്പറേറ്റുകൾക്ക് പതിവ് പോലെ നികുതി ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നതിൽ ഒരു ലോഭവും കാട്ടിയില്ല. വിദേശ കോർപ്പറേറ്റ് നികുതി 5% കുറച്ചിട്ടുള്ളത്. എന്നാൽ അത്തരമൊരു നികുതി ഇളവ് സാധാരണക്കാരൻ നൽകിയിട്ടുമില്ല. 1ഉം 2ഉം മോദി സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായി കൂട്ടുകക്ഷി സർക്കാരിന് നേതൃത്വം നൽകേണ്ട ഗതികേടിലാണെന്ന് BJP. കൂട്ടുകക്ഷി സർക്കാരിന്റെ പരാധീനത ബജറ്റിൽ നിഴലിച്ച് കാണാം. മോദി സർക്കാരിനെ താങ്ങി നിർത്തുന്നത് TDP നേതാവ് ചന്ദ്രബാബു നായിഡുവും JDU നേതാവ് നിതീഷ് കുമാറുമാണ്. അതുകൊണ്ട് തന്നെ ഇരുവരും മുഖ്യമന്ത്രിമാരായ സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി നൽകിയിരിക്കുകയാണ് നിർമ്മല സീതാരാമൻ. ആന്ധ്രാപ്രദേശിന് പുതിയ തലസ്ഥാന നഗരി നിർമ്മിക്കാൻ 15,000 കോടി രൂപയുടെയും ബീഹാറിന് വിവിധ പദ്ധതികൾക്കായി 58,900 കോടിയുടെയും സഹായ വാഗ്ദാനങ്ങളാണ് ബജറ്റിലുള്ളത്. സർക്കാരിനെ താങ്ങി നിർത്തുന്ന സർക്കാരിനുള്ള താങ്ങുവിലയാണ് ഇതെന്ന ആരോപണം സ്വാഭാവികമായും ഉയർന്നു വരുന്നുണ്ട്. കുർസി ബച്ചാവോ ബജറ്റ്, എന്നാൽ അധികാര കസേര സംരക്ഷിക്കാനുള്ള ബജറ്റ്, പ്രധാനമന്ത്രി ബച്ചാവോ ബജറ്റ്, പ്രധാനമന്ത്രിയെ രക്ഷിക്കാനുള്ള ബജറ്റ് തുടങ്ങിയ ആക്ഷേപങ്ങളും ഇതിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. തനിച്ച് ഭൂരിപക്ഷമുള്ള സർക്കാരിൽ നിന്ന് കൂട്ടുകക്ഷി സർക്കാരിലേക്ക് വീഴേണ്ടി വന്ന മോദി സർക്കാരിന് അധികാരത്തിൽ തുടരാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ കസറത്ത് മാത്രമായി ബജറ്റ് അവതരണം മാറി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. മോദി എന്ന ശക്തനായ നേതാവ് അധികാരം നിലനിർത്താൻ ഏതറ്റം വരെയും പോകുമെന്നും ഈ ബജറ്റ് നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട്.
ഫെഡറൽ സങ്കല്പങ്ങൾക്ക് ഘടകവിരുദ്ധമായ സമീപനമാണ് ബജറ്റിൽ ഉടനീളം ഉള്ളതെന്നതിന് ഏറ്റവും നല്ല ഉദാഹരണം കേരളത്തോട് കാട്ടിയ കടുത്ത അവഗണന തന്നെയാണ്. കേരളം എന്ന പേര് പോലും പരാമർശിക്കാത്ത ബജറ്റ് എന്ന ഖ്യാതിയും മൂന്നാം മോദി സർക്കാരിന്റെ സാമ്പത്തിക രേഖയ്ക്കുണ്ടായി. BJPക്ക് കേരളത്തിൽ നിന്ന് ആദ്യമായി ലോക്സഭാ അംഗത്തെ ലഭിച്ച സമയം കൂടിയാണിത്. എന്നിട്ടും കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമായ ഒരു ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത്. മനുഷ്യവിഭവ സൂചികയിലും മറ്റു പല സൂചികകളിലും കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികളിൽ തന്നെ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം മുന്നോട്ട് വെച്ച ഒരു ആവശ്യം പോലും പരിഗണിക്കപ്പെട്ടില്ല. ഉന്നയിക്കുന്ന എല്ലാ ആവശ്യങ്ങളും പരിഗണിക്കുമെന്ന പ്രതീക്ഷയൊന്നും LDF സർക്കാരിന് ഉണ്ടായിരുന്നതുമില്ല. എന്നാൽ മുന്നോട്ട് വെച്ച ഡസൻ കണക്കിന് ആവശ്യങ്ങളിൽ ഒന്നുപോലും പരിഗണിച്ചിട്ടുമില്ല. രാജ്യത്തെ തന്നെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായ വിഴിഞ്ഞത്തിന്റെ വികസനത്തിന് 5000 കോടിയാണ് ചോദിച്ചത്. ഒരു ചില്ലി കാശ് പോലും അതിനനുവദിച്ചില്ല. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് 24,000 കോടി പ്രത്യേക പാക്കേജിനും അംഗീകാരമില്ല. ആരോഗ്യരംഗത്ത് മികവാർന്ന പ്രവർത്തനം കാഴ്ചവെച്ച കേരളത്തിന് എയിംസ് അനുവദിക്കുമെന്ന് പ്രതീക്ഷിച്ചു. അതും ഉണ്ടായില്ല. ഈ സ്ഥലം ഏറ്റെടുത്ത് നൽകിയിട്ടും കേരളത്തോട് മാത്രം അവഗണന കാണിക്കുകയാണ് കേന്ദ്രം. എന്തിനധികം പറയണം, വിശ്വാസികളുടെ പക്ഷത്താണെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന BJPക്കാരുടെ സർക്കാരായിട്ട് പോലും ശബരിമല വികസനത്തിന് ഒരു നയാ പൈസ പോലും അനുവദിച്ചില്ല. BJPക്കാരുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കാൻ ഏറെ സഹായിക്കുന്നതാണ് ഈ ബജറ്റ്. പലരും പറഞ്ഞതുപോലെ BJP അക്കൗണ്ട് തുറന്നപ്പോൾ ബജറ്റിൽ കേരളത്തിന്റെ അക്കൗണ്ട് പൂട്ടി. കേരളത്തിന് ലഭിച്ചത് വട്ടപൂജ്യം. BJPയെ ജയിപ്പിച്ചാൽ ഇവിടെ തേനും പാലും ഒഴുക്കുമെന്ന് പറഞ്ഞവരുടെ അഭിപ്രായം അറിഞ്ഞാൽ ഇനി നന്നായിരിക്കും.